2016 മുൻപ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത അഴിമതി ഏറ്റവും കൂടുതൽ നടമാടുന്നൊരു സംസ്ഥാനം എന്ന തരത്തിലൊരു ദുഷ്പേര് സമ്പാദിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ളവർ മാത്രമല്ല, ലോകത്താകെയുള്ള മലയാളികൾ വല്ലാതെ മനോവേദനയിലായിരുന്നു. എൻ്റെ നാടിങ്ങനെയായിപ്പോയല്ലോ എന്നും ഇതിനൊരു മാറ്റം വേണം എന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാൽ നമ്മുടെ രാജ്യം തന്നെ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം പാലാരിവട്ടം പാലത്തിൻ്റെ അനുഭവമുള്ളൊരു നാടാണിത്. നമുക്കത് പുതുക്കി പണിയേണ്ടി വന്നു. ഈ പാലാരിവട്ടത്തിൻ്റെ ആ പാലത്തിൻ്റെ ദുർഗതി വലിയ രോഷത്തോടെയാണ് ഇവിടുത്തെ ജനങ്ങൾ കണ്ടിരുന്നത്. ഇപ്പോൾ 100 വർഷത്തേക്ക് ആയുസ്സുറപ്പായ പാലം നമുക്ക് പണിയാൻ കഴിയും. ഇവിടെ ഏതായാലും ഇത്തരമൊരു അഴിമതിയുടെ കാലം അവസാനിച്ചു എന്നുള്ളത് തന്നെയാണ് നാം കാണേണ്ടത്. അഴിമതി എല്ലാ തലങ്ങളിലും പൂർണ്ണമായി ഇല്ലാതായി എന്നൊന്നും പറയാകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞിട്ടില്ല. അതിൽ LDF സർക്കാരിൻ്റെ നിലപാട് LDFൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. എല്ലാ തലങ്ങളിലും അഴിമതി ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനുതകുന്ന തുടർ നടപടി സ്വീകരിക്കും എന്നിപ്പോൾ തന്നെ LDF വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഒരു ഭാഗം വിജിലൻസിൻ്റെ നടപടികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് കേസുകൾ സമയബന്ധിതമായി തീർക്കുന്നതിനുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. പൊതുവെ പൊതുപ്രവർത്തകരുടെ സ്വത്ത് വിവരങ്ങൾ, അതിൽ മന്ത്രിമാരുടെ, പേഴ്സണൽ സ്റ്റാഫിൻ്റെ, മറ്റ് പൊതുപ്രവർത്തകരുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് സുതാര്യവും വിശ്വാസയോഗ്യവുമായ രീതിയിൽ വിവരം നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തും. അതുപോലെ തന്നെ ഈ ടെൻഡറും ഈ പ്രൊക്യൂർമെൻറ്റും നിർബന്ധമാക്കിയിട്ടുണ്ട്. എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ ഏജൻസികൾക്കും ഈ നടപടിക്രമം ബാധകമാക്കും. എല്ലാ വകുപ്പുകളും പ്രാദേശികാടിസ്ഥാനത്തിൽ പൗരാവകാശ രേഖ തയ്യാറാക്കും. എല്ലാ വർഷവും ഏതാനും സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് സോഷ്യൽ ഓഡിറ്റ് സംഘടിപ്പിക്കും. 5 വർഷം കൊണ്ട് എല്ലാ വകുപ്പുകളുടെയും സോഷ്യൽ ഓഡിറ്റ് പൂർത്തീകരിക്കും. ഏത് തലത്തിലുള്ള അഴിമതിയും സ്വന്തം പേര് വെളിപ്പെടുത്താതെ തന്നെ കാര്യകാരണ സഹിതം അറിയിക്കാൻ ജനങ്ങൾക്ക് അവസരം നൽകുന്ന സംവിധാനം
ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ചിലർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടുതൽ ശക്തിപ്പെടുത്തും. ഈ ഗവേണൻസ്, ഈ ടെൻഡറിങ്, സോഷ്യൽ ഓഡിറ്റ്, കർശനമായ വിജിലൻസ് സംവിധാനം, ഇത്തരം കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി അഴിമതി പൂർണ്ണമായി തന്നെ നിർമ്മാർജ്ജനം ചെയ്യാനാകും എന്നാണ് കരുതുന്നത്. സോഷ്യൽ പോലീസിംഗ് സംവിധാനം അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനായുള്ള ഡയറക്ടറേറ്റ് പ്രവർത്തനം കൂടുതൽ ശക്തമാക്കും. അതോടൊപ്പം ഏത് പരാതിയിലും 30 ദിവസത്തിനകം തീരുമാനം ഉറപ്പുവരുത്തും. ഇതിൻ്റെ കൂടെ തന്നെ എല്ലാ ബ്ലോക്കുകളിലും ഒറ്റ കേന്ദ്രത്തിൽ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കും. അതിനായി ഒരു പ്രത്യേക കേന്ദ്രം എല്ലാ ബ്ലോക്കിലും തുടങ്ങുന്ന നില സ്വീകരിക്കും. വികസനം, ജനക്ഷേമം, ഇത്തരം അജണ്ടകളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും LDF തയ്യാറാകില്ല. ഇത് സ്വാഭാവികമായും LDFൻ്റെ ഈ നിലപാട് ഒട്ടേറെ ശക്തികളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അത്തരം വിഭാഗങ്ങളുമായി ചേർന്നാണ് UDF സർക്കാരിനെതിരെ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ആ രീതിയിലുള്ള ആക്രമണങ്ങൾക്കൊന്നും സർക്കാരിൻ്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയിലും ഇച്ഛാശക്തിയിലും നേരിയ പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ദുരാരോപണങ്ങൾ നിരന്തരം ഉയർത്തുക, അങ്ങനെ സർക്കാരിൻ്റെ പ്രവർത്തനം തടയാം, ഇതാണ് പ്രതിപക്ഷം നടന്ന ശ്രമം. പക്ഷേ നാടിൻ്റെ അനുഭവം അത്തരം ശ്രമങ്ങളൊക്കെ ദയനീയമായി പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ എന്നതാണ്. എന്നാൽ ഒരു കാര്യം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ അതിജീവന ശ്രമങ്ങളെ തകർക്കാൻ BJP നയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് അവസരം തുറന്നിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ പ്രതിപക്ഷം തുറന്നു കൊടുത്ത വാതിലിലൂടെയാണ് കേന്ദ്ര ഏജൻസികൾ നശീകരണ പ്രവർത്തനം നടത്തുന്നത്. അവർക്ക് കിഫ്ബിയെ തകർക്കണം, ലൈഫ് പദ്ധതി അട്ടിമറിക്കണം. വന്ന് ജനങ്ങൾക്കുള്ള ഭക്ഷണവും പെൻഷനും പോലും മുടക്കണം എന്ന നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവ് കേന്ദ്ര BJP സർക്കാരിൻ്റെ കേരളത്തിലെ ശക്തനായ വക്താവായി മാറിയിരിക്കുകയാണ്. കിഫ്ബിയെക്കുറിച്ച് ആകാശകുസുമോ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ പരിഹസിക്കുമ്പോഴും അതിൻ്റെ കഴുത്തിൽ കുരുക്കിടാനുള്ള ആരാച്ചാർ പണി UDF ഏറ്റെടുക്കുമെന്ന് നമ്മളാരും കരുതിയതല്ല. ഇപ്പോൾ അതും സംഭവിക്കുക. എന്നാൽ കേരളത്തിലാകെ കാണുന്നൊരു വസ്തുത എന്താ? സ്വന്തം മണ്ഡലങ്ങളിൽ കിഫ്ബി മുഖേന നടപ്പാക്കിയ വികസന പദ്ധതികളുണ്ട്. ആ പദ്ധതികളെക്കുറിച്ച് UDF MLA-മാർ ആവേശത്തോടെ സംസാരിക്കുന്നുമുണ്ട്. ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ, അത്
പലരും സ്വന്തം നേട്ടമായി അവതരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എന്ന് മാത്രം. ഇവിടെ കേന്ദ്രം പണം തരാത്തതുകൊണ്ടും ആവശ്യത്തിന് വരുമാനമില്ലാത്തതുകൊണ്ടും ഖജനാവിന് വേണ്ടത്ര ശേഷിയില്ലാത്തതുകൊണ്ടും നമ്മുടെ നാട് നേരിടേണ്ടി വന്ന പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും വികസനം നടക്കുന്നില്ല എന്ന ന്യായീകരണം നിരത്തി സർക്കാരിന് വേണമെങ്കിൽ കൈമലർത്താമായിരുന്നു. അത് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ LDF സർക്കാർ ആ വഴിക്കല്ല നീങ്ങിയത്. പണമില്ലാത്തതുകൊണ്ട് നാടിൻ്റെ വികസനം മുടങ്ങരുത് എന്ന ഉറച്ച നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. അപ്പോൾ പണം സമാഹരിക്കാൻ കിഫ്ബിയെ നവീകരിച്ച് പ്രയോഗത്തിൽ വരുന്ന സമീപനമാണ് സർക്കാർ എടുത്തത്. അതിൻ്റെ പ്രത്യേകത എന്താ? ഒരു വികസന പദ്ധതിയും മുടക്കിയില്ല. പുതിയ ധാരാളം വികസന പദ്ധതികൾ ഏറ്റെടുത്തു. ഇങ്ങനെ നോക്കിയാൽ കേരളത്തിൽ വികസനത്തിൻ്റെ കുതിപ്പിന് കിഫ്ബി ഇന്ധനമായി മാറി. ആ കിഫ്ബിയെ തകർക്കാൻ എന്താണ് UDFന് ഇത്ര ആവേശം? കേരളത്തെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന സംഘപരിവാറിൻ്റെ അതിമോഹത്തിന് വാദ്യം വായിക്കാൻ എന്തുകൊണ്ടാണ് UDF നേതൃത്വം തയ്യാറാകുന്നത്? ഇവിടെ UDFൻ്റെ ഒത്താശയോടെയാണ് കിഫ്ബിയെ ആക്രമിക്കാൻ കേന്ദ്ര ഏജൻസികൾ ഇറങ്ങിപ്പുറപ്പെട്ടത്. കഴിഞ്ഞ ദിവസം നടന്നത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് നടപടിയാണ്. ആദായനികുതി വകുപ്പ് അവരുടെ ഒരു വലിയ സംഘത്തെ കിഫ്ബിയുടെ ഓഫീസിലേക്ക് അയക്കുന്നു. കിഫ്ബി CEO അടക്കമുള്ളവരെ പാതിരാത്രി വരെയാണ് ചോദ്യം ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണേണ്ടത്, ഇവർക്ക് എന്തെങ്കിലും വിവരം കിഫ്ബി പോലുള്ള സർക്കാരിൻ്റെ സുതാര്യമായ നല്ല രീതിയിലുള്ളൊരു സാമ്പത്തിക ഏജൻസി അവരോട് ചോദിച്ചാൽ മറുപടി കൊടുക്കുന്നതേ ഉള്ളൂ. സാധാരണ ഒരു കടലാസ് അയക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം ലഭ്യമാകുന്ന രേഖകളാണ് കിഫ്ബിയിലുള്ളത്. ഒരുപാട് കാലം കഴിഞ്ഞ് മറുപടി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയല്ല കിഫ്ബി സംവിധാനത്തിൽ. അപ്പോൾ അത്തരമൊരു നടപടിക്രമത്തിന് തയ്യാറാകാതെ മിന്നൽ പരിശോധനയും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലും കിഫ്ബിയിലെ ഉദ്യോഗസ്ഥരെ ശത്രുക്കളെ എന്ന പോലെ കണ്ടുകൊണ്ടുള്ള പെരുമാറ്റവും എല്ലാം എന്തിനാണ്? നമ്മുടെ രാഷ്ട്രം ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാഷ്ട്രമാണ്. അതിൽ സംസ്ഥാന സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
കേന്ദ്ര സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണ നിലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റെതിരായ നടപടികളല്ല പ്രതീക്ഷിക്കുന്നത്. ചില കാര്യങ്ങളിൽ ഇപ്പോൾ സാമ്പത്തിക ഏജൻസികളാകുമ്പോൾ റിസർവ് ബാങ്ക് പോലുള്ള കേന്ദ്ര സംവിധാനത്തിൻ്റെ അനുമതി വാങ്ങേണ്ടതുണ്ട്. അതിനുശേഷം കാര്യങ്ങൾ കൃത്യമായി നടന്നു പോവുകയാണ്. ഒരു ഫെഡറൽ തത്വങ്ങൾക്കടക്കം നിരക്കാത്ത രീതിയിൽ സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിൽ വലിയ തോതിൽ കടന്നു കയറുക. തങ്ങൾ കേന്ദ്ര ഏജൻസിയാണ്, അതിൻ്റെ ഭാഗമായി കടന്നു കയറും എന്ന ഒരു സാധാരണയിൽ കവിഞ്ഞ ചില പ്രവണതകൾ ഇവിടെ ഉണ്ടാവുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നോക്കിയാൽ കോൺഗ്രസിനും UDF-നും RSS-നുമെല്ലാം ഒരേ വികാരം കിഫ്ബിക്കെതിരെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം നാടിനും ജനങ്ങൾക്കും പ്രയോജനകരമായ ഒരു കാര്യവും ഇവിടെ നടക്കരുത് എന്ന വാശിയാണ് കോൺഗ്രസും UDF-ഉം അവരോട് ചേർന്നുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് BJP-യും നടത്തുന്നത്. കോവിഡ് പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് സർക്കാർ നൽകി. എല്ലാവരും സ്വാഗതം ചെയ്ത നടപടിയാണ്. പക്ഷേ പ്രതിപക്ഷ നേതാക്കളും ആ കാര്യത്തിൽ ആക്ഷേപങ്ങൾ ഉയർത്തുന്നത് നമുക്ക് കാണേണ്ടി വന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു പ്രചരണം നടന്നത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. അതായത് ഈ കിറ്റിൻ്റെ പിതൃത്വം കേന്ദ്രത്തിനാണ്, കേന്ദ്രത്തിൻ്റെ സാധനങ്ങളാണ് ഇവിടെ നൽകുന്നത് എന്ന് പ്രചരിപ്പിച്ച സംഘപരിവാറിനെ നാം കണ്ടതാണ്. ഇപ്പോഴ് ആ കിറ്റും ക്ഷേമ പെൻഷനും ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ നൽകുന്ന അരിയും മുടക്കാനാണ് പ്രതിപക്ഷ നേതാവ് ഒരുങ്ങി പുറപ്പെട്ടത്. ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് വിശദമായിട്ട് ഞാനിപ്പോൾ കടക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സർക്കാരിനെ ആക്രമിക്കാനുള്ള വാചകങ്ങളിൽ കാര്യങ്ങൾ ഒതുങ്ങുമെന്നാണ് അന്ന് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വാചകങ്ങൾ കൊണ്ട് മാത്രം തൃപ്തനായില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അദ്ദേഹം ഒരു കത്ത് നൽകി. അതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, സ്കൂൾ കുട്ടികൾക്കുള്ള ഭക്ഷ്യസാധനങ്ങളുടെ വിതരണം തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നടക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. 2, വിഷു സ്പെഷ്യലായി നൽകുന്ന ഭക്ഷ്യവസ്തുക്കൾ, അതായത് ഈ ഭക്ഷ്യക്കിറ്റ്, അതിൻ്റെ വിതരണം ഏപ്രിൽ 6 വരെ നിർത്തിവെക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പിന് നിർദ്ദേശം നൽകണം. മൂന്നാമത് പറഞ്ഞത്, ഏപ്രിൽ മെയ് മാസങ്ങളിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഏപ്രിൽ 6 മുൻപ് വിതരണം ചെയ്യുന്നതിൽ നിന്ന് സർക്കാരിനെ വിലക്കണം.
ഇതൊന്നും വെറുതെ ഇറക്കിയ പ്രസ്താവനയല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വന്തം ലെറ്റർ പാഡിൽ എഴുതി നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് ചിലർ അദ്ദേഹത്തോട് ചോദിച്ചു, ആ പരാതി പിൻവലിക്കുമോ എന്ന്. അപ്പോൾ പറഞ്ഞ മറുപടി അതിൽ ഉറച്ചു നിൽക്കും എന്നായിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടല്ലാതെ വിഷുവും ഈസ്റ്ററും റംസാൻ മാസവും വരുന്നത് തെരഞ്ഞെടുപ്പ് കണ്ടിട്ടാണെന്ന് പറയാൻ പറ്റും. സ്കൂൾ കുട്ടികൾക്ക് അരിയും മറ്റും കൊടുക്കുന്നത് ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പുണ്ട് എന്ന് കണക്കാക്കിയിട്ടല്ല. സാധാരണ കുട്ടികൾക്ക് സ്കൂളിൽ ഭക്ഷണം നൽകുന്നു. ആ അരി ഇതിനു മുൻപും കുട്ടികൾക്ക് നൽകുന്ന അരിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ മിച്ചമുണ്ടായ ഘട്ടത്തിൽ, സർക്കാരിൻ്റെ കയ്യിൽ മിച്ചമുണ്ടായ ഘട്ടത്തിൽ അപ്പോൾ കുട്ടികൾക്ക് ആ അരി നൽകുന്ന നിലയും മുൻപത്തെ കാലത്ത് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം മുടക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വിഷു മാത്രമല്ല, ഈസ്റ്ററും ഉണ്ട്. ഈസ്റ്റർ 4-ാം തീയതിയാണല്ലോ. അതടക്കം കണക്കാക്കിയാണ് പലവ്യഞ്ജന കിറ്റ് ഏപ്രിൽ ആദ്യം തന്നെ കൊടുക്കണമെന്ന് നേരത്തെ തന്നെ കണ്ടിട്ടുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ കുറച്ച് അരിയും പലവ്യഞ്ജനവും ആളുകൾക്ക് കിട്ടിയാൽ അവരെ ആകെ സ്വാധീനിച്ച് കളയും, അവരാകെ സ്വാധീനിക്കപ്പെടും എന്ന് പ്രതിപക്ഷ നേതാവ് ധരിക്കുന്നത് നമ്മുടെ ജനങ്ങളെ തന്നെ താഴ്ത്തിക്കടലല്ലേ. ഇതിലൊന്നും സർക്കാർ ഒരു തരത്തിലുള്ള പക്ഷഭേദവും കാണിച്ചിട്ടില്ലല്ലോ. എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ ജാതി മതസ്ഥരും ഒരു ഭേദചിന്തയുമില്ലാതെ അനുഭവിക്കാൻ കഴിയുന്നൊരു ആനുകൂല്യമല്ലേ ഇത്. എന്തിനാണ് അതിനെ ഈ രീതിയിൽ തടയാൻ വല്ലാതെ പ്രതിപക്ഷ നേതാവ് മെനക്കെട്ടത്? 5 വർഷത്തെ ജീവിതാനുഭവം, അതാണ് ഈ സർക്കാരിൽ ജനങ്ങൾക്കുണ്ടായ വിശ്വാസത്തിനടിസ്ഥാനം. ആരെങ്കിലും ദുർബോധനപ്പെടുത്തി അതിൻ്റെ ഭാഗമായി വരുന്ന ഒന്നല്ല ഇത്. ഓരോ ആൾക്കും, ഓരോ കുടുംബത്തിനും, നാടിനാകെയും കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനാനുഭവമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും നിലപാടെടുക്കുന്നത്. ഇപ്പോൾ കിറ്റും പെൻഷനും അരിയും മുടക്കി ആ വിശ്വാസം തകർക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് കരുതുന്നത് എന്നാണ് തോന്നുന്നത്. അതൊരു വളരെ സങ്കുചിതമായ മനസ്സിൻ്റെ ചിന്ത മാത്രമാണ് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത് കിറ്റും അരിയും പെൻഷനും മുടക്കാനുള്ള ആവശ്യം പിൻവലിക്കലാണ്.
അങ്ങനൊരു കാര്യം ഉന്നയിച്ചത് തെറ്റായിപ്പോയി എന്ന് നാടിനോട് തുറന്നു പറയലാണ്. അത്തരമൊരു നില സ്വീകരിച്ചതിന് പൊതുവിൽ ജനങ്ങളോട് മാപ്പ് പറയുന്നത് മൗചിത്യമാകും. കാരണം അത്രമാത്രം ജനവിരുദ്ധമായ നിലപാടാണ് ഈ കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇതാണ് പൊതുവിൽ ഇന്ന് പറയാനുള്ളത്. അല്ല, ഇത് ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതാണ്. ഈ വന്ന വിവരങ്ങൾ വെച്ചാൽ ഒട്ടേറെ ഇതുപോലുള്ള വസ്തുതകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് നേരത്തെ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ തന്നെ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ആ സ്ത്രീ, ഒരു സ്ത്രീയുടെ പ്രശ്നമായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അവർ പരസ്യമായിട്ട് പറഞ്ഞു, ഞാൻ കോൺഗ്രസ്സുകാരിയാണ്, എൻ്റെ കുടുംബം കോൺഗ്രസ്സാണ്, എൻ്റെ വോട്ട് ചേർത്തിട്ടുള്ളത് കോൺഗ്രസ്സുകാരുമാണ്. ഇത് അന്ന് പറഞ്ഞു. അപ്പോൾ പല വിദണ്ഡ ന്യായങ്ങൾ വന്നു. ഇത് LDF പ്രവർത്തകർ ബോധപൂർവം ചേർത്തതാണ്, അത് കള്ളവോട്ടിന് വേണ്ടിയാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ വന്നു. ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. 4ഉം 5ഉം വോട്ടുകൾ ചെന്നിത്തലയിലെ MLA-മാർക്ക്, സ്ഥാനാർത്ഥികൾക്ക്, പിന്നെ മറ്റു വേണ്ടപ്പെട്ടവർക്ക് എല്ലാം ഉണ്ട് എന്ന സ്ഥിതിയാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ UDF-ലെ പ്രമുഖർ തന്നെ പലയിടങ്ങളിൽ ഒന്നിലധികം വോട്ടുള്ളവരാണ് എന്ന വാർത്തയും വന്നിരിക്കുക. വന്ന വാർത്ത നോക്കിയാൽ പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥിക്ക് ഭാര്യയ്ക്കും ഇരട്ട വോട്ടുണ്ട്. കയ്പമംഗലം UDF സ്ഥാനാർത്ഥിക്ക് 2 മണ്ഡലങ്ങളിൽ 3 ബൂത്തുകളിൽ വോട്ടുണ്ട് എന്ന് വാർത്ത വന്നിട്ടുണ്ട്. KPCC സെക്രട്ടറി ഹരീന്ദ്രനാഥും കുടുംബവും 2 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടുണ്ട് എന്നാണ് വാർത്ത വന്നത്. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിക്ക് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 170-ൽ 2 വോട്ടുണ്ട് എന്നാണ് വാർത്ത. ഇപ്പോൾ മുൻ മന്ത്രി ലീഗ് നേതാവുമൊക്കെയായ VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ സഹോദരിയുടെ മകനും ഭാര്യയ്ക്കും 3ഉം 4ഉം വോട്ടുകളുണ്ട് എന്നാണ് വാർത്ത വന്നിട്ടുള്ളത്. ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ മത്സരിക്കുന്ന കളമശ്ശേരി മണ്ഡലത്തിൽ തന്നെയാണ് ഈ വോട്ടുകൾ ഉള്ളതെന്നും വാർത്തയുണ്ട്. മറ്റത് നേരത്തെ പറഞ്ഞ ആ സ്ത്രീയുടെ 5 വോട്ട് ചേർത്തത് കോൺഗ്രസ്സുകാരാണെന്ന് നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് എന്താണ്? ഇത്തരമൊരു പരിപാടി നടത്തുന്നത് UDF ആണെന്നാണല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം ഇത്രയെല്ലാം വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതിൽ ഒരു സംശയമില്ല, ഇരട്ട വോട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പരിശോധന എല്ലാ കാലവും നടക്കാറുള്ളതാണ്. ഈ ഒരു പരാതിയുടെ ഭാഗമായിട്ട് മാത്രമല്ല, സാധാരണ നിലയിൽ തന്നെ നടക്കാറുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇരട്ട വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അതിൻ്റെ
ആവശ്യമായ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്നതാണ് നാം കാണേണ്ടത്. ഇന്നലെ ഇവിടെ പ്രതിപക്ഷ നേതാവ് സമ്മേളനം നടത്തിയപ്പോൾ CPIM വ്യാപകമായിട്ട് ഈ അക്ഷ്യമായിട്ടാണ് മരുന്ന് ആസിഡ് വിതരണം ചെയ്യുകയാണ്, അത് കള്ളവോട്ടിനാണെന്ന് പറഞ്ഞൊരു ആരോപണം ഇന്നലെ എറണാകുളം സമ്മേളനത്തിൽ ഉന്നയിച്ചു. അതൊരു മുൻകൂർ ജാമ്യമാണ്. അതൊക്കെ അത്രത്തോളം അദ്ദേഹം പറയാൻ തയ്യാറാകുന്നത് എന്താണ്, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ പോകുന്നത്, അതിനുള്ളൊരു ന്യായം ആദ്യം കണ്ടുവെക്കലാണ്. ഇവിടെ എല്ലാ കാലത്തും ഇത്തരം പ്രചരണങ്ങൾ സാധാരണ നടത്താറുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിൽ ഇത്തരം പ്രചരണങ്ങൾ നടക്കുമ്പോൾ കേരളത്തിലെന്തോ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നൊരു പ്രദേശമാണ് എന്നൊരു പ്രതീതിയോടെയാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് പല നിരീക്ഷകരും എല്ലാ കാലത്തും വരാറുള്ളത്. ഇവിടെയുള്ളവർക്കറിയാം ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന്. അപ്പോൾ അവർ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഇതും മറ്റൊരു സംസ്ഥാനങ്ങളും തമ്മിൽ അജഗജാന്തരല്ലേ. ഇവിടെ വന്നു നോക്കുമ്പോൾ എല്ലാം ശാന്തമാണ്, ഒരു പ്രശ്നമില്ല. ഏതെങ്കിലും സ്ഥലത്ത് വലിയ പ്രശ്നമുണ്ടോ? വളരെ ശാന്തമായിട്ടില്ലേ സാധാരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങൾ കൃത്യമായി പാലിച്ചല്ലേ എല്ലാവരും പോകുന്നത്. എന്നാൽ ആദ്യം കുറേ പ്രചരണം ഇങ്ങനെ നടത്തിവിടുന്ന അഴിച്ചുവിടുന്ന അവസ്ഥ എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അത് ശക്തി കൂട്ടുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താകുമെന്ന് ഉള്ളൊരു ഭീതിയിൽ നിന്നുകൂടിയാണ്. ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അന്വേഷണം നടക്കുന്നത് കൃത്യമായിട്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ജലവിഭവ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് നടത്തുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങളെല്ലാം പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായി പിന്നെ എന്തെങ്കിലും അന്വേഷണമോ നടപടികളോ വേണമെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഏതായാലും അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ചല്ല അന്വേഷണം. അദ്ദേഹം പറഞ്ഞത് ഈ നയതന്ത്ര പാക്കേജിലല്ല ഈ സ്വർണ്ണക്കടത്തുന്നായിരുന്നല്ലോ. അതിനെക്കുറിച്ച് അന്വേഷിക്കാനല്ല ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജുഡീഷ്യൽ അന്വേഷണം എന്നത് വസ്തുതകൾ കണ്ടെത്താനുള്ള നിയമപരമായ വഴിയാണ്. അതേതെങ്കിലും ഒരാൾക്കെതിരെയുള്ളതല്ല. ഇവിടെ കേന്ദ്ര ഏജൻസികളിലെ ചില ഉദ്യോഗസ്ഥർ പ്രതിചേർക്കപ്പെട്ട ചിലരെ ചില തെറ്റായ കാര്യങ്ങൾ പറയാൻ നിർബന്ധിച്ചുവെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. ഒന്നിലധികം കേന്ദ്രങ്ങളിൽ നിന്ന് ആ പരാതി വന്നിട്ടുണ്ട്. അതാണ് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിയുടെ ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം എന്ന ചോദ്യം സാധാരണ നിലക്ക് തെറ്റിദ്ധാരണയുടെ ഭാഗമായി വരുന്നതാണ്. ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ ഉണ്ടായതായി ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അത് ഗുരുതരമായ നിയമപ്രശ്നങ്ങളാണ് ഉയർത്തുന്നത്. ആ കാര്യമാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് വിട്ടിരിക്കുന്നത്. അത്തരം അന്വേഷണം നടത്തുന്നതിന് സാധാരണഗതിയിൽ അസ്വസ്ഥമാകേണ്ട കാര്യമില്ല. BJP നേതാക്കളെക്കാൾ മുൻപേ ശക്തമായ ഭാഷയിൽ അതിനെ എതിർത്ത് ഒരു കോൺഗ്രസ് നേതാവ് എന്തിനാണ് രംഗത്ത് വരുന്നത്? പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. എന്താണ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നത്? ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റായ കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവും ഉണ്ടായിരുന്നു. എന്തിനാണ് അദ്ദേഹം അസ്വസ്ഥനാകുന്നതെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. തെറ്റായ രീതിയിൽ നിയമം ലംഘിച്ച് ക്രിമിനൽ കുറ്റവാസനയോടെ ഉണ്ടാകുന്ന നീക്കങ്ങൾക്കെതിരെ
സർക്കാർ നടപടിയെടുക്കുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാക്കൾ അതിനെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്, അതിന് പിന്തുണ നൽകുകയല്ലേ വേണ്ടത്. കഴിഞ്ഞ കുറേ നാളായി നമ്മുടെ കേരളത്തിൽ ഒരു കേരളാതല കോൺഗ്രസ് UDF BJP ബാന്ധവമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി പ്രകടിപ്പിക്കപ്പെടുന്ന അസ്വസ്ഥതയല്ലേ ഇത്. കാരണം തെറ്റായ നീക്കങ്ങൾ നടത്തുന്നവരുടെ കാര്യങ്ങൾ പുറത്തു വരുന്നത് തങ്ങൾക്കും ഗുണകരമല്ല എന്ന് കാണുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ വരുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിയെയും ഉദ്ദേശിച്ചിട്ടില്ല. തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, അതാണ് അന്വേഷണത്തിലൂടെ പുറത്തു വരാൻ പോകുന്നത്. അങ്ങനെ എന്തെല്ലാം മോഹങ്ങൾ. സാധാരണ എന്തെല്ലാം മോഹങ്ങൾ നമ്മൾ തിരഞ്ഞെടുപ്പിൽ കാണാറുണ്ട്. ചില ആളുകൾ എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത് നമ്മൾ കാണാറില്ലേ. ചില തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് മത്സരിക്കുന്ന ആളുകളെ കാണാറില്ലേ. അവർ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങാറുണ്ട്, എല്ലാ തിരഞ്ഞെടുപ്പിലും വന്ന് മത്സരിക്കും. അത് ഒരു സാധാരണ നിലക്ക് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് കാണുന്നൊരു കാര്യം മാത്രമാണ്. എന്നാൽ ജനങ്ങൾ ഇതൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല. ജനങ്ങൾ കൃത്യമായി നിലപാടുകളുള്ളവരാണ്. ആ നിലപാടിൻ്റെ ഭാഗമായി ജനവിധിയും വരും. ഈ ഘട്ടത്തിൽ LDFന് അനുകൂലമായിട്ടുള്ള ജനവിധിയാണ് എല്ലാ കേന്ദ്രങ്ങളിലും വരാൻ പോകുന്നത്. അത് കൂടുതൽ തിളക്കത്തോടെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് പോളിഗ്രാഫ് നടത്താൻ നമുക്കിപ്പം സാധിക്കില്ലല്ലോ. അതിൻ്റെ ഒരു ധൈര്യം ഉള്ളത് കൊണ്ട് മാത്രം പറയുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ എന്തായിരുന്നു സ്ഥിതി. ആരാണ് ഈ കോലീബി സഖ്യത്തിൻ്റെ ഭാഗമായി വടകര, ബേപ്പൂർ തുടങ്ങിയത്? പിന്നെ അതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ രഹസ്യമായി നീക്കങ്ങൾ നടത്തി സഖ്യം സ്ഥാപിച്ചതാരായിരുന്നു? ഇതൊക്കെ പഴയ കഥ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി നിൽക്കുന്നൊരു പ്രശ്നമാണല്ലോ കഴിഞ്ഞ നിയമത്തിൻ്റെ കാര്യം. ആ നിയമത്ത് നടന്ന കാര്യത്തിൽ നിയമത്ത് ജയിച്ച സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി, തോറ്റത് UDFൻ്റെ സ്ഥാനാർത്ഥി. ഇവർ രണ്ടു കൂട്ടരും പറഞ്ഞ കാര്യം എന്താ? എല്ലാം ഇപ്പം നാട്ടിൻ്റെ മുമ്പിൽ വന്നല്ലോ, ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജയിച്ച സ്ഥാനാർത്ഥി പറയുന്നു, എനിക്ക് കോൺഗ്രസ്സുകാരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, അത് കോൺഗ്രസ് നേതാക്കന്മാരുടെ അറിവോടെയാണ്, അത് പ്രാദേശികമായി ഉണ്ടാക്കിയൊരു ധാരണയാണ്, ആ ധാരണ ശരിയാണ്, ഇനിയും ആ ധാരണ വേണം കേരളത്തിൽ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. മത്സരിച്ച UDFന് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥി പറയുന്നു, മത്സരം മുറുകിയപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ രംഗത്തുണ്ടായില്ല. കോൺഗ്രസ് നേതാക്കന്മാരോട് പരാതിപ്പെട്ടു, അവരാരും ഇടപെട്ടില്ല. തെരഞ്ഞെടുപ്പ് ദിവസമായി, കോൺഗ്രസ്സുകാരെ കാണുന്നേയില്ല, അവരെല്ലാം BJPയോടൊപ്പമായി. കോൺഗ്രസിൻ്റെ വോട്ടേ മറിഞ്ഞുപോയി, വോട്ടുണ്ടായില്ല, എല്ലാം BJPക്ക് ലഭിച്ചു. ഇതിനെപ്പറ്റി UDFൽ പരാതിയായി, അന്വേഷണം വെച്ചു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറ്റക്കാരെ കണ്ടെത്തി. ഇതിൽ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ കോൺഗ്രസ് നേതാക്കന്മാരും BJP നേതാക്കന്മാരും ഒരു വീട്ടിൽ സമ്മേളിച്ചിരുന്നു. അവർ ചില ചർച്ചകൾ നടത്തിയിരുന്നു. ആ വിവരങ്ങളും പുറത്തു വന്നു. പിന്നെ കൈമാറിയ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതും വേറെയുണ്ട്. ഇതെല്ലാം പുറത്തു വന്നു. അവരെ പേര് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ UDFൻ്റെ അന്വേഷണ കമ്മീഷൻ്റെ തീരുമാനം നടപടിയെടുക്കണമെന്ന്. പക്ഷേ ഒരു നടപടിയും കോൺഗ്രസ് എടുത്തില്ല. ഇത്രയും പച്ചയായി കാര്യങ്ങൾ നടക്കുകയല്ലേ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ കേരള തല യോജിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി കോൺഗ്രസും UDFും BJPയും കൂടി ഒന്നിച്ചങ്ങ് നീങ്ങുകയാണ്. ഇതിൽ കോൺഗ്രസിനും ലീഗിനും RSSനും BJPക്കും എല്ലാം ഒരേ മനസ്സാണ് എന്നുള്ളതാണ് ഇവിടെ കണ്ടുവരുന്നത്. ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവില്ല സോളാർ പീഡന കേസിൽ എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച്
CBIക്ക് കേസ് വിടാനിടയായ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ആ കേസിലുള്ള ഇരയായിട്ടുള്ള സ്ത്രീ അവർ നേരെ ഒരു പെറ്റീഷൻ തരികയാണ്, ഈ അന്വേഷണം എവിടെ എത്തുന്നില്ല, അത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന്. അങ്ങനെ വന്നപ്പോൾ അത് CBIക്ക് വിടുന്ന നിലപാട് സ്വീകരിച്ചു. അതാണ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും പറയാറുള്ളത്. അത് നിങ്ങളൊന്നും ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ടത്ര ആവുന്നില്ല എന്നുള്ള തോന്നലിൻ്റെ ഭാഗമായിട്ടാണ്. അത് നിങ്ങളിൽ പലരുമാണല്ലോ ഈ പറയുന്ന അന്വേഷണങ്ങളൊക്കെ നടത്തിയത്, സർവേ നടത്തിയത്. ആ സർവേയുടെ ഭാഗമായിട്ടാണല്ലോ റിപ്പോർട്ടുകൾ വന്നത്. അതിൽ നിങ്ങളും ഞങ്ങളും തമ്മിലൊക്കെയുള്ള ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്നുള്ളത്. നിങ്ങൾ എത്ര കണ്ട് ഞങ്ങളുടെ സ്വാധീനത്തിന് വിധേയമാകും എന്നതൊക്കെ നാട്ടിനറിയാവുന്ന കാര്യമാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാമല്ലോ. അതാണ് എന്തും പറയാനുള്ള ഒരു മാനസിക നില വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ നിയമസാധുത അതിനുണ്ട്. ഞങ്ങൾ കൃത്യമായി നിയമസാധുത പരിശോധിച്ചിട്ടാണ് അതിന് പോയിട്ടുള്ളത്. സർക്കാർ ആവശ്യമായ നിയമോപദേശം ഇല്ലാതെ അത്തരമൊരു കാര്യത്തിന് പുറപ്പെടില്ലല്ലോ. അപ്പോൾ വ്യക്തമായ നിയമോപദേശമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ കാര്യത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. നമുക്കിവിടെ നിർത്താം. ഇന്ന് സമയം ആയി. ഇനി ബാക്കി നമുക്ക് പിന്നെ എടുക്കാം.